ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഈ പുട്ടിനോടൊപ്പം കഴിക്കാൻ നമുക്ക് കറിയോ പഴമോ ഒന്നും തന്നെ വേണ്ട. ഈ പുട്ടിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ എന്ന അളവിൽ ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സവാള വളരെ കനം കുറഞ്ഞ നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളറാവണ വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കനം കുറഞ്ഞ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടണ പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എന്ന അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ എന്ന അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഈ മസാലയ്ക്കുള്ള അളവിൽ മാത്രമുള്ള ഉപ്പാണ് ചേർത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആവണ പോലെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഉടച്ചു കൊടുക്കുക. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് മസാലേനൊക്കെ ഒന്ന് സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുക്കുക. ഈ നടുഭാഗത്തായിട്ട് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. 2 കോഴിമുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഇളക്കാതെ വയ്ക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. അതേ രീതിയിലൊന്ന് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ചെയ്യുമ്പോൾ നമുക്ക് കോഴിമുട്ട ഒന്ന് ചെറുതായിട്ട് ഉരുണ്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാല പൗഡറും കൂടി അല്പം ചേർത്തി കൊടുക്കുന്നുണ്ട്. ഗരം മസാല എന്ന് പറയുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം കൂടി പൊടിച്ചതാണ്. 2-3 മിനിറ്റ് നമുക്ക് അടി പിടിക്കാത്ത രീതിയിൽ വഴറ്റിയെടുക്കുക. ചെമ്പാപ്പൊട്ടിൻ്റെ പുട്ടുപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ പുട്ടിനൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്തി കുഴച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ മസാലയിൽ അധികം ഉപ്പിടരുതെന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെമ്പാപ്പൊട്ടെന്നല്ല കേട്ടോ, ഗോതമ്പ് പുട്ടായാലും കുഴപ്പമില്ല, സാധാ പുട്ടിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല, ഏത് പുട്ടിൻ്റെ പൊടിയായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഈ കൂട്ട് ഇതേപോലെ തയ്യാറാക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ എല്ലാം അവിടെ എത്തണ പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല. 3 കുറ്റി പുട്ടിൻ്റെ അളവിലാണ് പുട്ടിൻ്റെ മാവ് നനച്ചെടുത്തത്. അപ്പോൾ അതിനുള്ള മസാലയാണ് തയ്യാറാക്കിയിരുന്നത്. പുട്ടിൻ്റെ അളവ് കൂടുന്തോറും നിങ്ങൾക്ക് മസാലയുടെ അളവ് കൂട്ടിയാൽ മതി. നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് നിറയ്ക്കാം. അപ്പോൾ നമ്മളെങ്ങനെ പുട്ട് നിറയ്ക്കണോ അതേപോലെ നിറയ്ക്കുക. കാരണം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കൂട്ടിട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഈ കൂട്ടിട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറ്റിയിൽ നിറച്ചതിന് ശേഷം ഞാൻ കയ്യിൽ വെച്ച് മേൽഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിരുന്നു. ചെറിയ രീതിയിലാണ് പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ പ്രസ് ചെയ്യാൻ പാടില്ല, പുട്ടിന് ആവി വരില്ല. സാധാ പുട്ട് തയ്യാറാക്കണ പോലെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് പുട്ട് ഒരു പാത്രത്തിലേക്ക് കുത്തി കൊടുക്കുക. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ പുട്ടിന് കറി പോലും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.